അടുത്ത കെ സരൺകുമാർ, ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ നരേന്ദ്രമോദിയുണ്ട്. ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആര് എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി ആധ്യാത്മികമായി അതിൻ്റെ നേതാവായി നിലനിൽക്കുന്നു. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ തവണ ആരാണ് നേതാവ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഖാർഗെയുടെ പേര് ഉയർന്നു വരുന്നു. അത് നിർദ്ദേശിക്കുന്നത് ഘടകകക്ഷികളാണ്. യഥാർത്ഥത്തിൽ ഖാർഗെയെ നേതാവായി തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, അതിൻ്റെ മറുവശത്ത് രാഹുൽ ഗാന്ധിയെ നേതാവായി തിരഞ്ഞെടുത്തില്ല സഖ്യകക്ഷികൾ എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരു നയിക്കും പ്രതിപക്ഷ ചേരിയെ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഈ 77-ൽ ഒരു വലിയ കൂട്ടുകക്ഷി വരുന്നുണ്ട്. അവിടെ ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് JP എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവ് നിൽക്കുന്നു. തട്ടാൻ കഴിയാത്ത, തടയാൻ കഴിയാത്ത ഒരു വലിയ പ്രതിബിംബമായി അവിടെ നിൽക്കുന്നു. അങ്ങനെ ഒരാൾ ഇല്ല പ്രതിപക്ഷത്ത്. ഇവിടെ മൂന്നാം മുന്നണി എന്ന രൂപത്തിൽ രൂപീകരിക്കപ്പെടുന്ന ഘട്ടം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫോർമേഷൻ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപീകരിക്കപ്പെട്ട സമയം എല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പ് യോജിക്കാവുന്ന വിഷയങ്ങളിലെല്ലാം പരമാവധി യോജിക്കുകയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആര് അതിനെ നയിക്കണം എന്നതിനെക്കുറിച്ച് ഉള്ള തീരുമാനങ്ങൾ ഉണ്ടാകാറ്. ഇവിടെയും അത്തരത്തിൽ തന്നെയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും മീറ്റിംഗ് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത്. ഇതിനൊരു കോർഡിനേഷൻ നടത്താൻ മുന്നണി 28ഓളം കക്ഷികളുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരുണ്ട്, പരസ്പരം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഘടകകക്ഷികൾ വരെയുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂട്ടിയോജിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവീനർ എന്ന രൂപത്തിൽ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ അവസാനമായി നടന്നത്. അല്ലാതെ ആര് ഇതിനെ നയിക്കണം അല്ലെങ്കിൽ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആരാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയൊന്നും ഇതുവരെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടില്ല. കാരണം അത്തരത്തിൽ ഒരു ചർച്ചയുടെ ഘട്ടമാകുന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പൊ BJPയുടെ പ്രതിനിധി അല്ലെങ്കിലും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഷാബു പ്രസാദ് തുടങ്ങുന്നത് പാട്നയിലെ ആദ്യത്തെ യോഗത്തിൽ ചെയർമാനായിരുന്നു അദ്ദേഹം. അതിനുശേഷമുള്ള 3 യോഗങ്ങളിൽ അദ്ദേഹം ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവസാനം അദ്ദേഹത്തെ നേതാവാക്കിയില്ല എന്ന അനിഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് JDU തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞില്ല എങ്കിലും നേതാവ് ആരെ എന്ന ചോദ്യത്തിന് പല താല്പര്യങ്ങൾ ഉണ്ടെന്നേ മുന്നണിയിൽ. ഇല്ലില്ല, നേതാവ് ആരെ എന്ന് ചോദിക്കുന്നതിന് ഇപ്പൊ 28 കക്ഷികൾക്കും ഓരോ ഒന്നിലധികമോ നേതാക്കന്മാരുണ്ട്. അവരെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് മുദ്രാവാക്യത്തിന്റെ കാര്യത്തിൽ യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഭരണത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരികയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സീറ്റ് ഷെയറിംഗ് പൂർത്തീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് ലക്ഷ്യപ്പെട്ടത്. അല്ലാതെ നേരത്തെ തന്നെ ഇന്ന ആളുകളാണ് നേതാവ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഒരു ഘട്ടത്തിൽ പോലും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. പിന്നെ അങ്ങനെ പ്രഖ്യാപിക്കണമെന്നൊരാശയം ഇപ്പൊ നിതീഷ് കുമാറിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ ഒരു 1-2 മാസമായി സൈലന്റ് ആകുകയും അതിനുശേഷം ഈ കഴിഞ്ഞ 2-3 ദിവസമായി BJPയുമായി കരാർ ഒപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുമാണ് ചെയ്തത്. ഇപ്പൊ ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് ഗിരിരാജ് സിംഗ്. അദ്ദേഹം 2 മാസം മുമ്പ് പറഞ്ഞത് നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തന്നെയാണ്. അതുപോലെ സുശീൽ കുമാർ മോഡി, നമുക്കറിയാം BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം പറഞ്ഞത് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാവാത്ത ആളാണ് നിതീഷ് കുമാർ എന്ന് പറഞ്ഞു. അതുപോലെ അമിത്ഷാ തന്നെ പറഞ്ഞത് നിതീഷ് കുമാറിനുള്ള വാതിൽ NDA എന്നേക്കുമായി കൊട്ടി അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂ. ഇതിന് മറുപടിയായിട്ട് ശ്രീ നിതീഷ് കുമാർ പറഞ്ഞത് NDAയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്ന് പറഞ്ഞതാണ് നിതീഷ് കുമാർ. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ശരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് രാഷ്ട്രീയ മുഖം മാറി അധികാരത്തിന് വേണ്ടി കാലുമാറ്റം നടത്തിയ സാഹചര്യം നമ്മൾ കാണുകയാണ്. ശ്രീ ഷാബു പ്രസാദിനോട് പറയാനുള്ളത് 2011 ഇവിടെ LDFും UDFും തമ്മിൽ വെറും 2 സീറ്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. 68-72 നോക്കിയാൽ 2 സീറ്റ് മാറിയാൽ ഭരണം മാറും. ഇവിടെ ഘടകകക്ഷികൾ നിരവധി ഉണ്ടായിരുന്നല്ലോ കേരളത്തിലും. ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുന്നണിയെ താഴെ ഇറക്കാൻ വേണ്ടി രാഷ്ട്രീയ കച്ചവടത്തിലേക്ക്, കുതിര കച്ചവടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായില്ല. അന്ന് കുതിര കച്ചവടം എന്ന് പറയുന്നത് ഇപ്പോ ഓപ്പറേഷൻ താമര എന്നാണ് നിങ്ങൾ പറയുന്നത്. എല്ലാം നിങ്ങൾക്കൊരു ഓപ്പറേഷനാണ്. പക്ഷേ കൃത്യമായി ജനാഭിലാഷത്തെ, ജനങ്ങളുടെ അഭിപ്രായത്തെ, ജനങ്ങളുടെ മൗലിക അവകാശത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുന്ന സാഹചര്യം നിരവധി നമ്മൾ ഓരോ സംസ്ഥാനങ്ങളിൽ കാണുകയാണ്. ഗോവയിൽ നമ്മൾ കണ്ടു, നാഗാലാൻഡിൽ കണ്ടു, കർണാടകത്തിൽ മുമ്പ് കണ്ടു, മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ കണ്ടു, ഇപ്പോ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ നമ്മൾ കണ്ടു. രാഷ്ട്രീയ പാർട്ടികളെ ശിഥിലമാക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞു തന്റെ 5 MLA മാർക്ക് 25 കോടി രൂപ വീതമാണ്
BJP ഓഫർ ചെയ്തെന്ന്. അവിടെ 5 MLA മാറിയാൽ ഡൽഹിയിലെ ആപ്പ് ഗവൺമെന്റ് താഴെ പോകുന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ പണം കൊടുത്ത് പണാധിപത്യത്തിന്റെ ഭാഗമായി ജനാധിപത്യത്തെ കീഴടക്കുന്ന പ്രവണത നാം കാണുകയാണ്. ഇത് എന്തിനാണ് എന്നതാണ് ചോദ്യം. 2019 മുഴുവൻ തെരഞ്ഞെടുപ്പ് ചർച്ചയെയും പുൽവാമ ആക്രമണത്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഈ തവണ മുഴുവൻ ചർച്ചകളെയും ജനങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവൻ പ്രശ്നങ്ങളെയും ഇവിടെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ ചർച്ചയിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുകയാണ്. കാരണം ജനങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടുകയാണ് ഈ ഗവൺമെന്റിനെ കൊണ്ട്. അപ്പോ ഘടകകക്ഷികളെയൊക്കെ തകർത്ത് പരമാവധി ആളുകളെ തങ്ങളുടെ കൂടെ കൂട്ടി അതിന് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെയും പണത്തെയും എല്ലാം ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.